ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പഫ്സ് പോളയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പോള റെഡിയാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ പഫ്സൊക്കെ കഴിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റിയാണ് ഈ ഒരു പോള കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പഫ്സ് പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഏകദേശമൊക്കെ വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പച്ചമുളക് വേണമെങ്കിൽ ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 3 പച്ചമുളകൊക്കെ മതിയാവും. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം പൊടികളുടെയൊക്കെ പച്ചമണക്കൊന്ന് മാറി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പഫ്സ് പോള ആയത് കാരണം അതിലേക്ക് ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മുട്ട 8 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഇട്ടിട്ട് ഒരുപാട് ഇളക്കി കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പാല്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു പാക്ക് ബ്രെഡ് അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ മാറ്റിയിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് മുട്ടയുടെ മിക്സിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് പാനിൽ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ പാനിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ അടുപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി വെക്കാം. പിന്നെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ബ്രെഡ് ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തൊക്കെ റെഡിയാക്കി വെച്ച് കൊടുക്കാം. അതുപോലെ ഒട്ടിച്ചിട്ട് എല്ലാ ഭാഗവും ഹോൾസൊക്കെ ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചിട്ട് കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഹോളൊക്കെ വന്നിട്ടുള്ള ഭാഗത്ത് വേണമെങ്കിൽ കുറച്ച് മുട്ടയുടെ കൂട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ബ്രെഡ് 3 പീസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഞാൻ മുട്ടയുടെ കൂട്ടിൽ മുക്കിയെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിർബന്ധമൊന്നുമില്ല, അവസാനമായിട്ട് സൈഡിലൂടെ മാവ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും മുട്ടയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി വെച്ച് കൊടുക്കാം. ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ ബാക്കി വന്നിട്ടുള്ള ബ്രെഡും മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം വെച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ കൂട്ടിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം ഈ ഒരു മുട്ടയുടെ കൂട്ട് സൈഡിലൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഹോൾസ് വന്നിട്ടുള്ള ഭാഗത്തിലൂടെ ആക്കി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ വലിയ പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാൻ ചിലപ്പോൾ മുട്ടയുടെ കൂട്ട് തികഞ്ഞെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മുട്ടയും കുറച്ച് പാലും കൂടെ മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി.
അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ മുകൾ ഭാഗമൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ ബ്രെഡൊക്കെ കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് ഒന്ന് ഉറച്ച പോലെ ഉണ്ടാവും. അതിനുശേഷം ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.